നമുക്ക് രേവതിയുടെ സച്ചിയുടെയും നാളത്തെ നല്ലൊരു കഥ കേട്ടാലോ? അതിനു മുമ്പ് ഒരു കാര്യം പറഞ്ഞോട്ടെ. ഇന്നലെ ഞാൻ ഉച്ചയ്ക്ക് രേവതിയുടെ സച്ചിയുടെയും വിശേഷങ്ങളൊക്കെ ചാനലിനകത്ത് അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പൊ ഒരു ചേച്ചി വന്നിട്ട് സ്ഥിരമായിട്ടാ ചേച്ചി അങ്ങനെ നെഗറ്റീവ് കമന്റ് എനിക്ക് ഇടുന്ന. എന്നിട്ട് പറഞ്ഞു, നീ ഉണ്ടാക്കി പറയുന്ന നിന്റെ സ്വന്തം സ്ക്രിപ്റ്റും കാര്യങ്ങളൊക്കെ ഇത് എന്നൊക്കെ പറഞ്ഞിട്ട് കുറെ മെസ്സേജ് ഇട്ടു. ആദ്യമായിട്ടല്ല ആ ചേച്ചി അങ്ങനെ ഇടുന്നേ. ഇതിനു മുമ്പ് ഇതുപോലെയൊക്കെ തന്നെ മോശമായ രീതിയിൽ മെസ്സേജ് ഒക്കെ ഇട്ടിട്ടുണ്ട്. അപ്പൊ ഞാൻ പക്ഷെ അത് മൈൻഡ് ചെയ്യാറില്ലായിരുന്നു. കാരണം ഒരു പബ്ലിക് പ്ലാറ്റ്ഫോം ആകുമ്പം അങ്ങനെ അവർക്കൊക്കെ കമന്റ് ഇടാനായിട്ടുള്ള റൈറ്റ്സ് ഉണ്ട്. അവരവരുടേതായ രീതിയിൽ കമന്റ് ഇടുകയും ചെയ്യും. നമ്മളത് അത്ര മൈൻഡ് ആക്കാറുമില്ല. പക്ഷെ സ്ഥിരമായിട്ട് അങ്ങനെ ഇട്ടുമ്പോൾ നമുക്കും അത് ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. കാരണം ഇന്നത്തെ കഥ കണ്ടവർക്കറിയാം. ഞാൻ എല്ലാ ദിവസവും ഉച്ചയ്ക്ക് പിറ്റേ ദിവസത്തെ കഥയാണ് രേവതിയുടെ സെച്ചിലേക്ക് ഇടുന്നത്. അപ്പൊ അത് കണ്ടവർക്ക് മനസ്സിലായി കാണും. ഞാനത് ഒറിജിനലാണോ പറഞ്ഞ കള്ളത്തരമാണോ എന്റെ സ്വന്തം ഇതിൽ ഞാൻ ഉണ്ടാക്കിയെടുത്താണോ എന്നൊക്കെ നിങ്ങൾക്ക് അറിയാനായിട്ട് സാധിക്കും. അപ്പൊ സ്ഥിരമായിട്ട് കാണുന്നവർക്ക് അത് മനസ്സിലാവും. പക്ഷെ ആ ചേച്ചി ഈ കഥ കണ്ടിട്ടാണോ മെസ്സേജ് ഇടുന്നതെന്ന് അറിയത്തില്ല. ആദ്യം വന്നിട്ട് ചുമ്മാ അങ്ങോട്ട് മെസ്സേജ് എഴുതി വിടുവാണ്. അപ്പൊ ആദ്യം ഈ കഥ കാണാൻ വരുന്നവർ നോക്കിക്കഴിയുമ്പോ ഇവള് പറയുന്ന മൊത്തം ബ്ലണ്ടറിങ് ആണെന്ന് പറഞ്ഞുകൊണ്ട് അപ്പൊ അവൻ അങ്ങനെ വിചാരിക്കും. അപ്പൊ നമ്മളെ താഴ്ത്തി കെട്ടാൻ നെഗറ്റീവ് ആക്കണം, നമ്മുടെ ചാനൽ തന്നെ ഇല്ലാതാക്കണം. അപ്പൊ ആ ഒരു സിസ്റ്റമാണ് ആ ചേച്ചി കുറെ നാളായിട്ട്. ഇടയ്ക്കിടയ്ക്ക് ആ ചേച്ചി ഇങ്ങനെ വരും. ഞാൻ ആ ചേച്ചിയോട് മെസ്സേജ് അയച്ചാ, ചേച്ചി കാണാനായിട്ട് ഇഷ്ടമില്ലേ കാണണ്ട, ഫേസ് കാണാൻ ഇഷ്ടമില്ലെങ്കിലോ അങ്ങനെ എന്തെങ്കിലും കാണാൻ ഇഷ്ടമില്ലെങ്കിൽ കാണണ്ട, കാരണം ഇഷ്ടമുള്ളവരുണ്ട്, അവര് കണ്ടോളൂ എന്ന് പറഞ്ഞു. പക്ഷെ ചേച്ചി അതൊന്നും അല്ല. ആ ചേച്ചിയുടെ പേരെന്താണെന്ന് ഞാനിപ്പോ പറയണില്ല കേട്ടോ. കുറെ നാളുകളായി ചേച്ചി തുടങ്ങിയിട്ട്, ചാനൽ തുടങ്ങി കുറച്ചു കാലം കഴിയുമ്പോൾ തൊട്ട് ചേച്ചി ഇങ്ങനെ മെസ്സേജ് ഒക്കെ ഇടുന്നതാണ്. അപ്പൊ അതെനിക്ക് നിങ്ങളുമായിട്ടൊന്ന് ഷെയർ ചെയ്യണമെന്ന് തോന്നിയത് കേട്ടോ. കാരണം കുറേയൊക്കെ നമുക്കും ഇതൊരു ബുദ്ധിമുട്ടാണ്. നമുക്ക് ശരിക്കും സങ്കടം വരും. ഒരു വീഡിയോസ് എഡിറ്റ് ചെയ്ത് അങ്ങനെ അത് അപ്ലോഡ് ചെയ്യാന്ന് പറഞ്ഞാൽ അത് എത്ര നിസ്സാര കാര്യമില്ല. ചെയ്യുന്നവർക്കറിയാം അതിന്റെ ബുദ്ധിമുട്ടും കാര്യങ്ങളും എത്ര മാത്രമാണ്. അപ്പൊ ഒന്ന് പറയണമെന്ന് തോന്നി, അതുകൊണ്ട് മാത്രം ഞാൻ പറഞ്ഞാട്ടോ. അങ്ങനെ നാളത്തെ കഥയില് ശ്രുതിക്കും വീടിന്റെ ഡോക്യുമെന്റ്സും കാര്യങ്ങളൊക്കെ വിശ്വനാഥൻ കൈമാറുവാണ്. അതൊക്കെ കിട്ടിക്കഴിഞ്ഞപ്പോ രണ്ടുപേർക്കും ഭയങ്കര സന്തോഷമായി. ചന്ദ്രമതിക്ക് ഒന്ന് തുള്ളിച്ചാടണം തോന്നി. ചന്ദ്രമതി പെട്ടെന്ന് നിന്ന് ശ്രുതിയെ കെട്ടിപ്പിടിക്കുകയാണ്. എനിക്ക് സന്തോഷമായി എന്റെ മക്കളെ, ഇപ്പോഴെനിക്കൊരു സമാധാനമായെന്ന് പറഞ്ഞു. വിശ്വനാഥൻ പറഞ്ഞു, ഇനിയിപ്പം നിങ്ങളുടെ സ്വന്തമായ വീട് 6 മാസം സമയമുണ്ട്. 6 മാസത്തിനുള്ളിൽ വീടിന്റെ ബാക്കി എമൗണ്ട് ഇപ്പം 30 ലക്ഷം രൂപ അഡ്വാൻസ് ആയിട്ട് കൊടുത്തിട്ടുള്ളൂ. ബാക്കി എമൗണ്ടും കൂടെ 3 കോടി കൊടുത്തു കഴിയുമ്പോഴത്തേനും വീട് നിങ്ങളുടെ സ്വന്തമാകും എന്നും പറഞ്ഞുകൊണ്ട് നിങ്ങൾക്ക് എപ്പോൾ വേണം ഇവിടെ വന്ന് താമസിക്കാട്ടോ, എത്ര ദിവസം വേണം ഇവിടെ നിങ്ങൾക്ക് കഴിയുകയും ചെയ്യാം എന്ന് പറഞ്ഞു. നിങ്ങളുടെ പേരിൽ വീടാവണമെങ്കിൽ നിങ്ങൾ ഫുൾ എമൗണ്ട് തന്നാൽ മതി, അതിന് 6 മാസം സമയം നിങ്ങൾക്ക് തരാന്നൊക്കെ പറഞ്ഞു. അത് കേട്ടപ്പം ശ്രുതി പറഞ്ഞു, അങ്ങനെ ആയിക്കോട്ടെ സാറേ എന്ന് പറഞ്ഞു. പിന്നീട് വിശ്വനാഥനും ഭാര്യയും പറഞ്ഞു, എന്നാ ഞങ്ങൾ ഇങ്ങോട്ട് ഇറങ്ങട്ടെ എന്ന് ചോദിച്ചു. അപ്പോഴേക്കും ചന്ദ്രമതി ചോദിച്ചു, നിങ്ങൾ പോകുകയാണെന്ന് ചോദിച്ചു. അതെ, ഇന്ന് ഞങ്ങൾക്ക് ദുബായിക്ക് പോകണം, ഫ്ലൈറ്റ് മിസ്സാകുന്നതിന് മുമ്പ് എയർപോർട്ടിൽ എത്തണമെന്ന് പറഞ്ഞു. എന്നാ ശരി ആട്ടെ എന്ന് പറഞ്ഞു. അങ്ങനെ അവര് യാത്രയൊക്കെ പറഞ്ഞ് ഇറങ്ങുവാണ്. അപ്പൊ ഒരു ടാക്സി വിളിച്ച് അവര് പുറത്തിട്ടുണ്ടായിരുന്നു. അങ്ങനെ ടാക്സി കാറിലേക്ക് കയറി. ടാക്സി അങ്ങ് നീങ്ങി കഴിഞ്ഞപ്പോഴത്തേനുമാണ് സച്ചിയും രേവതിയും കൂടെ അങ്ങോട്ടേക്ക് വരുന്നത്. അപ്പൊ അവര് ഇവരോടൊപ്പം വന്നിട്ടുണ്ടായിരുന്നില്ല. രേവതിക്ക് കുറച്ച് ഓർഡറുകളും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു പൂവിന്റെ. അപ്പൊ അത് കൊടുക്കണമായിരുന്നു. അതുകൊണ്ട് കുറച്ച് ലേറ്റ് ആയിട്ടാ വന്നേ. ഈ സമയം വിശ്വനാഥൻ കയറിയ ടാക്സി ഡ്രൈവർ അയാൾ ശ്രദ്ധിക്കാതെ പെട്ടെന്ന് വണ്ടി എടുത്തുകൊണ്ട് സച്ചിയുടെ കാറെ പോയി ഇടിക്കാൻ തുടങ്ങി. സച്ചിക്ക് ദേഷ്യം വന്നു. സച്ചി ഇങ്ങ് ചാടി ഇറങ്ങിയ ഡ്രൈവറോട് ചോദിച്ചു, തന്റെ മുഖത്ത് എന്താ കണ്ണില്ലേന്ന് ചോദിച്ചു. താനൊക്കെ എവിടുത്തെ ഡ്രൈവറാ? ഒന്നും അല്ലൊരു ടാക്സിക്കാരനല്ലേ, തനിക്ക് നേരെ ചൊവ്വേ നോക്കി വണ്ടി ഓടിക്കാൻ അറിയില്ലെന്ന് ചോദിച്ചു. അത് കേട്ടുകഴിഞ്ഞപ്പോ അയാൾ പറഞ്ഞു, താൻ എവിടെ നോക്കി അവിടെ വണ്ടി ഓടിച്ചെന്ന് ചോദിച്ചോണ്ട് സച്ചിയോടും ദേഷ്യപ്പെട്ടു. അങ്ങോട്ടും ഇങ്ങോട്ടും ഒച്ചപ്പാടും ബഹളമായി. ഒച്ചപ്പാടും ബഹളം കേട്ട് അകത്തുണ്ടായിരുന്ന ശ്രുതി അവരെല്ലാരും കൂടെ പുറത്തേക്ക് ഇറങ്ങി വരുവാണ്. ഈ സമയത്ത് വിശ്വനാഥൻ പെട്ടെന്ന് ചാടി ഇറങ്ങിയിട്ട് ഡ്രൈവറോട് പറഞ്ഞു, ഡ്രൈവറെ ഇത് പ്രശ്നമാക്കല്ലേ, പെട്ടെന്ന് വണ്ടി എടുക്കാൻ നോക്കാൻ പറഞ്ഞു. അയാൾക്ക് എങ്ങനെയായിരുന്നു രക്ഷപ്പെട്ടാൽ മതി എന്നുള്ളൂ. കാരണം പ്രശ്നമായിട്ടുണ്ട്, ചിലപ്പോൾ പോലീസ് വരും. പോലീസ് വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കള്ളത്തരമൊക്കെ പിടിക്കപ്പെടും. കാരണം ശ്രുതിയെയും പറ്റിച്ചിട്ട് 30 ലക്ഷം അടിച്ചു മാറ്റിക്കൊണ്ട് പോകുന്ന പോക്ക അവരുടെ സ്വന്തം വീട് പോലും അല്ലത്. അതൊന്നും പക്ഷെ ഈ പൊട്ട ശ്രുതിക്കൊട്ട് അറിയത്തുമില്ല. കുറെ ഡിഗ്രി കയ്യിലുണ്ടെന്ന് മാത്രമേ ഉള്ളൂ. അതിൻ്റെതായ വിവരവും കാര്യങ്ങളൊന്നും ഇല്ല. വിദ്യാഭ്യാസം ഉണ്ടെന്ന് കരുതി വിവരം ഉണ്ടാവണമെന്നില്ലല്ലോ. അങ്ങനെ ഒടുവില് പ്രശ്നങ്ങളൊക്കെ സോൾവ് ചെയ്യാൻ അയാൾ ശ്രമിച്ചു. പിന്നീട് സച്ചിയുടെ അടുത്ത് എന്നിട്ട് പറഞ്ഞു, സോറി സാർ, ഞങ്ങൾ ഇപ്പൊ തന്നെ പോയിക്കൊള്ളാന്ന് പറഞ്ഞു. അങ്ങനെ പെട്ടെന്ന് തന്നെ അവരങ്ങോട്ട് പോവുകയും ചെയ്തു. ഈ സമയത്ത് സച്ചി രേവതിയോട് പറഞ്ഞു, ഓരോന്നൊക്കെ ഇറങ്ങിക്കോളെന്ന് പറഞ്ഞു. അങ്ങനെ അകത്തേക്ക് വണ്ടി അങ്ങോട്ട് കയറ്റിക്കൊണ്ട് കഴിഞ്ഞപ്പോഴത്തേനും ശ്രുതി അങ്ങോട്ട് ഇറങ്ങി ഓടി വന്നു. ശ്രുതി ഇറങ്ങി വന്നിട്ട് പറഞ്ഞു, എന്ത് പരിപാടിയാണ് നീ കാണിച്ചേ? ആ പോയത് ആരാ നിനക്ക് അറിയാമെന്ന് ചോദിച്ചു. ആരാ? അത് ഈ വീടിന്റെ ഓണറാന്ന് പറഞ്ഞു. ഓണറോ? നീ എന്ത് പൊട്ടവർത്താനോടാ പറയണേ? ഓണറാണോ ടാക്സിക്കാരൻ പോകുന്നതെന്ന് ചോദിച്ചു. എന്താടാ, ഓണർക്ക് ടാക്സിക്കാരെ പോയിക്കൂടെ? എടാ, അയാൾ ഓണറൊന്നും അല്ല, അയാളെ കണ്ടാലറിയാലോ. ഇത്രയും വലിയ വീടിന്റെ ഓണർ കോടീശ്വരനാണോ ആ പോയെന്ന് ചോദിച്ചു. അതെന്താടാ? എടാ, അയാൾ എയർപോർട്ടിലേക്ക് പോവാ, അയാളും ഭാര്യ. അതിന് സ്വന്തം കാർ എയർപോർട്ടിൽ കൊണ്ടിടാൻ പറ്റുമോ? അതുകൊണ്ടാണ് ടാക്സിക്കാർ വിളിച്ചിരിക്കുന്നത്. അവര് ദുബായിക്ക് പോവുക.
അയാൾക്ക് അവിടെ ദുബായിൽ ബിസിനസ്സും കാര്യങ്ങളാന്ന് പറഞ്ഞു. അപ്പോഴേക്കും ചന്ദ്രമതി പറഞ്ഞു, ഇവൻ ഓരോ വഴക്കും പ്രശ്നമായിട്ട് വന്നോളും. അല്ല എവിടെ പോയാലും അതെ ഇങ്ങനെ തന്നെയാണോ? ഇവനെ കൊണ്ട് വരണ്ടെന്ന് ഞാൻ പറഞ്ഞതാ. ഇത് കേട്ടിപ്പോ രവീന്ദ്രൻ പറഞ്ഞു, ചന്ദ്രൻ നീ മര്യാദയ്ക്ക് ഇരിക്കണം. പറഞ്ഞ കേട്ടല്ലോ, മക്കളെല്ലാം ഒരേപോലെ കാണാൻ പഠിക്കണം. പറഞ്ഞാ തലയിലേക്ക് കയറത്തില്ല എന്ന് പറഞ്ഞു. രേവതിക്ക് ഭയങ്കര വിഷമായി. രേവതി സച്ചിയോട് പറഞ്ഞു, സച്ചിയോടൊന്നും മിണ്ടണ്ടാന്ന് പറഞ്ഞു. അപ്പോഴേക്കും സച്ചി പറഞ്ഞു, ശരിയാകത്തില്ല, ഇതിനകത്ത് എന്തോ ഒരു കള്ളത്തരം ഉള്ള പോലെ എനിക്ക് തോന്നുന്നുണ്ട്. ഒരു കാര്യം ചെയ്യാം, ഞാൻ അയാളുടെ പിന്നാലെ പോട്ടെ, പിന്നാലെ പോയി പിടികൂടട്ടെ, ഒന്ന് ചോദ്യം ചെയ്ത് നോക്കി അറിയാന്ന് പറഞ്ഞു. അപ്പോഴേക്കും ശ്രുതി പറഞ്ഞു, ദൈവത്തെ ഓർത്ത് നീ ഒരു പ്രശ്നം ഉണ്ടാക്കാൻ പോവരുത്. 5 കോടി രൂപയുടെ വില പതിക്കുന്ന വീടാത്. പക്ഷെ 3 കോടി രൂപയ്ക്ക് അയാൾ എനിക്ക് തന്നു. എന്നിട്ട് ഇനി അയാളുമായിട്ട് പ്രശ്നം ഉണ്ടാക്കാൻ പോയിട്ടുണ്ടെങ്കിൽ അയാൾ ചിലപ്പോ അഡ്വാൻസ് കൊടുത്ത തുക ഇങ്ങ് തിരികെ തന്നിട്ട് വീട് അങ്ങോട്ട് കൊടുത്തേക്കാൻ പറയും. അതിന്റെ ആവശ്യമില്ല, നീ പ്രശ്നം ഉണ്ടാക്കലെന്ന് പറഞ്ഞു. അത് കേട്ടപ്പോ ചന്ദ്രമതി പറഞ്ഞു, ഇവനല്ലേലും അങ്ങനെയൊക്കെയല്ലേ ചെയ്യുള്ളൂ. നിനക്കൊരു നല്ല കാലം വരുന്ന ഇവനെ കാണത്തില്ല, അതാ ഇവന്റെ സങ്കടം എന്ന് പറഞ്ഞ് സച്ചിയെ കുറ്റപ്പെടുത്തി. രവീന്ദ്രൻ പറഞ്ഞു, എന്തിനാടാ എന്നൊക്കെ ചോദിച്ചു. ഇനിയിപ്പൊ ആ വിഷയത്തെ കൂടെ സംസാരിക്കണ്ടെന്ന് പറഞ്ഞു. അങ്ങനെ ഒടുവിൽ അവരെല്ലാരും കൂടെ അകത്തേക്ക് കയറുവാണ്. പിന്നീട് ചന്ദ്രമതി അവിടെ എല്ലാം നടന്ന് കാണുവാണ്. ചന്ദ്രമതി രവീന്ദ്രനോട് പറഞ്ഞു, രവിയേട്ട എന്ത് വലിയ വീടാ രവിയേട്ട, എനിക്ക് വിശ്വസിക്കാൻ പോലും പറ്റുന്നില്ല. ഈ സിനിമയ്ക്കകത്തൊക്കെ ഞാൻ കണ്ടിട്ടുള്ളൂ ഇത്രയും വലിയ വീട്. നമ്മുടെ മോൻ ഇത് വാങ്ങി. അല്ലെങ്കിലും എനിക്കറിയായിരുന്നു അവൻ കഴിവുള്ളവനാ, അവൻ ഇതിനൊക്കെ സാധിക്കൂന്ന്. ഇത് കേട്ടപ്പോ രവീന്ദ്രൻ പറഞ്ഞു, എടി ഇതിന് മാത്രം എന്തായിരിക്കണേ, ഇത് നമുക്ക് താമസിക്കാനുള്ള വീട്. അതിപ്പോ ബംഗ്ലാവ് ആണെങ്കിലും ശരി, കുടിലാണെങ്കിലും ശരി, നമ്മൾ താമസിക്കുന്ന വീടിന് എന്താ കുഴപ്പം? അത് വെറുതെ ചെറിയ വീട്, ഒരു പശുത്തൊടുത്ത് പോലുള്ള ചെറിയ വീടല്ലേ. നിനക്കിപ്പോ അത് ചെറിയ വീടായിട്ട് തോന്നും, പക്ഷെ എനിക്ക് അങ്ങനെയല്ല എന്ന് പറഞ്ഞു. ഇത്രയും കാലം അവിടെയല്ലേ ജീവിച്ചേ, എന്നിട്ട് ഇപ്പൊ ഒറ്റ നിമിഷം കൊണ്ട് നിനക്ക് അങ്ങനെയായെന്ന് ചോദിച്ചു. അല്ല രവിയേട്ട, ഞാന് അതെ കൂടുതലൊന്നും പറയണ്ട, എനിക്ക് എല്ലാ കാര്യങ്ങളും മനസ്സിലായെന്ന് പറഞ്ഞു. പിന്നീട് ചന്ദ്രമതി രവീന്ദ്രനോട് പറഞ്ഞു, രവിയേട്ട പിന്നെ ഒരു കാര്യമുണ്ട്, ഇതിനെല്ലാ കാരണക്കാരെയാന്നറിയോ? ആരാ? ശ്രുതിയാന്ന് പറഞ്ഞു. ശ്രുതിയോ? അതേന്നെ, ശ്രുതിയുടെ ജീവിതത്തിലേക്ക് വന്നതിന് ശേഷമല്ലേ അവനിങ്ങനെ ഷോപ്പ് ഉണ്ടായി. അതിന് ശേഷമാണ്ടേ ഇപ്പം ഈ വീടൊക്കെ വാങ്ങി. അതിനൊക്കെ ഒരു ഭാഗ്യം വേണം. അവളാണ് ശരിക്കുള്ള ഐശ്വര്യം, ഭാഗ്യം. അതാ പറഞ്ഞേ, ഏതൊരു ഭർത്താവിന്റെ ജീവിതത്തിന്റെ പിന്നിൽ, അവരുടെ ഉയർച്ചയ്ക്ക് പിന്നിൽ അവരുടെ ഭാര്യമാരുണ്ടായിരിക്കുമെന്ന്. നല്ല ഭാര്യമാര് ജീവിതത്തിലേക്ക് വന്നിട്ടുണ്ടെങ്കിൽ ഭർത്താക്കന്മാരൊക്കെ ഇങ്ങനെയുള്ള ഉയർച്ചകളും കാര്യങ്ങളും ഉണ്ടാവും എന്ന് പറഞ്ഞു. ഒരു സ്ത്രീയുടെ ഒരു പുരുഷന്റെ വിജയത്തിന് പിന്നിൽ സ്ത്രീയാന്നല്ലേ പറയണേ. അത് കേട്ടോണ്ട് സച്ചി അവിടെ നിൽക്കുന്നുണ്ടായിരുന്നു. സച്ചി പെട്ടെന്ന് അങ്ങോട്ടേക്ക് വന്നു. ശ്രുതി അവിടെ നിൽക്കുന്നുണ്ടായിരുന്നു. സച്ചി വന്നിട്ട് പറഞ്ഞു, അച്ഛാ അമ്മ കാര്യങ്ങളൊക്കെ പറയും, പക്ഷെ അമ്മ പറയുന്ന കാര്യങ്ങള് പകുതി കള്ളത്തരമാണെങ്കിലും ഈ ഒരു കാര്യം ശരിയാന്ന് പറഞ്ഞു. അതെന്താ? അല്ല, ഒരു പുരുഷന്റെ വിജയത്തിന് പിന്നിൽ ഒരു സ്ത്രീ ഉണ്ടാവുന്നുള്ളേ. പക്ഷേ അമ്മ ശരിയല്ല, അതുകൊണ്ടായിരിക്കും അച്ഛൻ ഇതുപോലത്തെ വീടൊന്നും മേടിക്കാൻ പറ്റാത്തല്ലേന്ന് ചോദിച്ചു. കാരണം തടി ഏറ്റവും വലിയ പോയി ചന്ദ്രമതിക്ക് ഇത്രയൊന്നും കിട്ടേണ്ടിയിരുന്നില്ല എന്ന് തോന്നി. ഇത്രയൊന്നും പ്രതീക്ഷിച്ചില്ല അവര്. സ്വന്തം മകൻ തന്നെ പണി കൊടുത്തു. വലിയ ആള് കളിച്ച് ശ്രുതിയെ പുകഴ്ത്തി പറഞ്ഞാണ്. അപ്പോഴേക്കും രവീന്ദ്രൻ ചിരിച്ചുകൊണ്ട് പറഞ്ഞു, നീ ഒന്ന് പോടാ, ഇനി ഇത് പറഞ്ഞൊരു വഴക്കും പ്രശ്നങ്ങളൊന്നും വേണ്ടാന്ന് പറഞ്ഞു. ആ സമയത്ത് ആനന്ദനും ശ്രുതിയൊക്കെ സംസാരിച്ചുകൊണ്ട് അവിടെ നടക്കുവാണ്. അപ്പോഴേക്കും ശ്രുതിയും കൂടെ അങ്ങോട്ട് വന്നു. ആനന്ദൻ ശ്രുതിയോട് പറഞ്ഞു, നിന്റെ ഭാര്യ എന്താണെങ്കിലും കൊള്ളാം, ആളും മിടിക്കാണ്. പാറക്കില് കടലാൻ കുറിച്ചുകൊണ്ടിരുന്നല്ലേ നീ. എടാ ഇനി അതിനെ കുറിച്ചൊന്നും പറയരുത്. അറിയാലോ, ഒന്നുമല്ലേ ഞാൻ ഒരു ബിസിനസ്മാനാ, പോരാത്തിന് ഇത്രയും വലിയൊരു വീടിന്റെ അധിപനുമല്ലേ. അപ്പൊ പിന്നെ നീ എന്നെ അങ്ങനെ കൊച്ചാക്കി സംസാരിക്കില്ലെന്ന് പറഞ്ഞു. ഇല്ല, ഞാൻ അങ്ങനെ അങ്ങോട്ട് പറഞ്ഞോളൂ. പഴയ കാര്യങ്ങളൊക്കെ നമുക്ക് മറക്കാൻ പറ്റുമോ ബ്രോ? അത് ഓർത്ത് കഴിഞ്ഞപ്പോ ഞാൻ അങ്ങോട്ട് പറഞ്ഞതാ. ഇതേ സമയത്ത് ചന്ദ്രമതി രവീന്ദ്രനും കൂടെ ഒക്കെ സംസാരിച്ചുകൊണ്ട് അവരോട് വരുവാണ്. അപ്പോഴേക്കും രേവതി സച്ചിയൊക്കെ അവരോട് അങ്ങോട്ട് വന്നു. വർഷോട് നല്ല ഭംഗിയുണ്ട് ഇവിടെയൊക്കെ കാണാനല്ലേന്ന് ചോദിച്ചു. രേവതി പറഞ്ഞു, അത് ശരിയാ, നല്ല ഭംഗിയുണ്ടെന്ന് പറഞ്ഞു. പെട്ടെന്നാണ് ചന്ദ്രമതി അത് കാണുന്നത്. സ്വിമ്മിംഗ് പൂള്. അയ്യോ സ്വിമ്മിംഗ് പൂള്, എന്ത് രസമാ കാണാനായിട്ട്. ഇത് കണ്ടിട്ട് എനിക്ക് കുളിക്കാൻ തോന്നുന്നുണ്ടെന്നൊക്കെ പറയണ. സച്ചിക്ക് ഇത് കേട്ട് കഴിഞ്ഞപ്പത്തേനും ചിരി വന്നു. ആ സമയത്ത് വർഷ ശ്രീകാന്തിനെ നോക്കി ഒന്ന് ചിരിക്കുകയാണ്. ശ്രീകാന്തിന് മനസ്സിലായി അമ്മ എന്താണെങ്കിലും ഇതൊക്കെ കണ്ടു കഴിയുമ്പത്തിനൊന്ന് പൊങ്ങൂന്ന്. അല്ലെങ്കിൽ തന്നെ സുധിയുടെ കാര്യത്തിൽ ചന്ദ്രമതിക്ക് ഇത്തിരി സ്പെഷ്യൽ താല്പര്യം എന്നുള്ള കാര്യം ആ വീട്ടിൽ എല്ലാവർക്കും അറിയാവുന്ന. പിന്നീട് ചന്ദ്രമതി എന്നാലും എന്റെ മോന് സ്വിമ്മിംഗ് പൂളൊക്കെയുള്ള വീടാണല്ലോ വാങ്ങിച്ചിരിക്കുന്നത്, എനിക്കിത് വിശ്വസിക്കാൻ പോലും പറ്റില്ല. ഇനി ഇവിടെ കുളിക്കുകയൊക്കെ ചെയ്യാലോ എന്ന് പറഞ്ഞു. എന്തായിരിക്കും സുഖമല്ലേ രവിയേട്ടാന്ന് പറഞ്ഞു. പിന്നീട് ചന്ദ്രമതി വർഷയോട് പറഞ്ഞു, മോളെ കണ്ടോ ഇത്രയും വലിയ വീട് ഇതിനു മുമ്പ് കണ്ടിട്ടുണ്ടോ എന്നൊക്കെ ചോദിക്കണ്. ഭയങ്കര പൊങ്ങ് വർത്താനം അങ്ങോട്ട് പറയണം. ഇത് കേട്ടപ്പോ വർഷ വിട്ടുകൊടുക്കോ. വർഷ പറഞ്ഞു, ആന്റി ഈ പരിസരത്തുള്ള മറ്റു വീടുകളൊന്നും കാണാത്തോണ്ടായി പ്രശ്നം. ആ വീടൊക്കെ ഇതിനേക്കാളും വലിയ വീടുകളൊക്കെ ഞാൻ കണ്ടിട്ടുണ്ടെന്ന് പറഞ്ഞു. എന്നാലും ആന്റി ഈ വീട് മാത്രം കണ്ടിട്ട് ആന്റിക്ക് ഇങ്ങനെ തോന്നണേന്ന് പറഞ്ഞു. ചന്ദ്രമതിക്ക് ഒട്ടും അങ്ങോട്ട് പിടിക്കുന്നുണ്ടായിരുന്നില്ല.
എങ്ങനെയെങ്കിലും വർഷയൊന്ന് താഴ്ത്തിക്കെട്ടാന്ന് വിചാരിച്ചിരുന്ന, പക്ഷെ പണി വാളിപ്പോയി. വർഷയുടെ അടുത്ത് ചന്ദ്രമതിയുടെ ഒരു നാടകം നടക്കില്ല. ചന്ദ്രമതി കുറ്റപ്പെടുത്തി പറഞ്ഞിട്ടുണ്ടെങ്കിൽ വർഷ അപ്പൊ തന്നെ കയറി പ്രതികരിച്ചിരിക്കും. പിന്നീട് ചന്ദ്രമതി ഓരോന്ന് പറഞ്ഞപ്പോ വർഷ നല്ല തക്കതായ മറുപടി കൊടുക്കുന്നുണ്ട്. വർഷ അതും പറഞ്ഞ് ഞങ്ങൾ പോയി കഴിഞ്ഞപ്പോ ശ്രീകാന്ത് പറഞ്ഞു, ഇതിന്റെ വല്ല ആവശ്യം ഉണ്ടായിരുന്നോ അമ്മേ? അത് വർഷയെ ചൊറിയാൻ പോയിട്ടുണ്ടെങ്കിൽ അവള് നന്നായിട്ട് മാന്തു എന്നുള്ള കാര്യം അമ്മയ്ക്കറിയാലോ. വെറുതെ. പിന്നെ അവളുടെ ഒരു പത്രാസം എന്നൊക്കെ ചന്ദ്രമതി പറയാണ്. എന്നിട്ട് ശ്രുതിയോടും പറഞ്ഞു, കാര്യമൊക്കെ പറഞ്ഞ പണക്കാരി വീട്ടിലെ പെണ്ണ, പക്ഷെ അവൾക്ക് നല്ല അസൂയുണ്ടെന്ന് തോന്നേ നിങ്ങളിത് വാങ്ങിയതില്. അത് കേട്ടപ്പോ ശ്രുതി പറഞ്ഞു, അതെനിക്കും തോന്നുന്നുണ്ട്. എടാ, എത്രയും പെട്ടെന്ന് നിനക്ക് ഇച്ചിരി ദൃഷ്ടി ഒഴിഞ്ഞിടണമെന്ന് പറഞ്ഞു. അതെന്തിനമ്മേ? മിക്കവാറും കണ്ണ് കിട്ടി കാണുമായിരിക്കും. ഇപ്പൊ ഇത്രയും വലിയ വീടൊക്കെ നീ വാങ്ങിയതല്ലേ, അപ്പൊ ആൾക്കാർ ഓർക്കും, ശ്രുതിയോ ഇത്രയും വലിയ വീട് വാങ്ങിയോ എന്നൊക്കെ വിചാരിച്ചാ മതി, പിന്നെ തീർന്നെന്ന് പറഞ്ഞു. അത് കേട്ടപ്പോ ശ്രുതി പറഞ്ഞു, എങ്കിലും എത്രയും പെട്ടെന്ന് തന്നെ ചെയ്യണോ അമ്മേ? ദൃഷ്ടിദോഷം വന്നിട്ടുണ്ടെങ്കിൽ എന്റെ നല്ല കാലമൊക്കെ അവസാനിക്കും എന്നൊക്കെ ശ്രുതിയും പറഞ്ഞു. കുറച്ച് കഴിഞ്ഞപ്പോ ചന്ദ്രമതി അകത്തേക്ക് വന്നു. പിന്നീട് ശ്രുതിയോട് പറഞ്ഞു, മോളെ ഇത് വലിയ വീടാണല്ലോ, ഇതൊക്കെ തൂത്തുവാരി വൃത്തിയാക്കണേ തന്നെ നല്ല പണിയല്ലേന്ന് ചോദിച്ചു. അതെ ആന്റി, വീടൊക്കെ വൃത്തിയാക്കണ നല്ല ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. അല്ല, ഇത്രയും വലിയ വീടിന്റെ ആവശ്യമൊന്നും നമുക്കില്ലല്ലോ. അതുകൊണ്ട് ഞാനൊരു കാര്യം തീരുമാനിച്ചെന്ന് പറഞ്ഞു. എന്ത്? അല്ല, കുറച്ചു ഭാഗം റെന്റിന് വിടുവാണെങ്കിൽ നല്ലതാന്ന് പറഞ്ഞു. റെന്റിനോ? അതേന്നെ, അതാകുമ്പോൾ നമുക്ക് വാടകയും കിട്ടും. ഇത് കേട്ടോണ്ടാണ് ശ്രുതിയും ആനന്ദും കൂടെ അങ്ങോട്ടേക്ക് വരുന്നേ. അല്ല, അങ്ങനെ റെന്റിന് വിട്ടിട്ടുണ്ടെങ്കിൽ ആന്റി, ഇന്നത്തെ കാലത്ത് ആൾക്കാരൊക്കെ അങ്ങനെ ചെയ്യുന്നേ. 2 നില വീടൊക്കെ പണിതിട്ട് ഒരു നില അവർ ഉപയോഗിച്ചിട്ട് വേറൊരു നില ആൾക്കാർക്ക് വാടകയ്ക്ക് കൊടുക്കും. അപ്പൊ അതിന്റെ പൈസ കിട്ടുമല്ലോ, മാസം ഒരു എമൗണ്ട് കിട്ടുകയും ചെയ്യും. ഇപ്പൊ തന്നെ ആണെങ്കിലും ഈ വീട് വാങ്ങാനായിട്ട് കുറച്ച് എമൗണ്ട് ഒക്കെ ലോൺ എടുക്കണമല്ലോ, അപ്പൊ ആ പൈസ അടഞ്ഞു പോകും, ലോണും കാര്യങ്ങളും അടയുമല്ലോ. അങ്ങനെ വാടക കിട്ടിയ അടയുവാണെങ്കിൽ നല്ല കാര്യമല്ലേ ആന്റി എന്ന് ചോദിച്ചു. ശരിയാ, എന്റെ മോൾക്ക് ഇത്ര ബുദ്ധി ഉണ്ടായിരുന്നില്ലേ, ഇതൊക്കെ ഞാൻ ഇപ്പോഴാ കാണുന്നേ. എന്നാലും നീ എന്റെ മോന്റെ ജീവിതത്തിലേക്ക് വന്നോണ്ടാ ഇത്ര നല്ല കാലമൊക്കെ ഉണ്ടായെന്ന് പറഞ്ഞു. ഇതൊക്കെ കേട്ടോണ്ട് നിന്ന് ആനന്ദ് ശ്രുതിയോട് പറഞ്ഞു, കൊള്ളാലോ നിന്റെ ഭാര്യ, കാരണം അവൾക്ക് ബിസിനസ്സും കാര്യങ്ങളൊക്കെ നന്നായിട്ട് അറിയാം. എനിക്ക് തോന്നുന്നു നിന്നേക്കാളും ബെറ്ററാന്ന് തോന്നേ. കണ്ടില്ല അവൾ ഓരോ കാര്യങ്ങളൊക്കെ പറയണേ, എങ്ങനെ പൈസ ഉണ്ടാക്കുന്ന അവള് ചിന്തിക്കണേന്ന് പറഞ്ഞു. കുറച്ച് കഴിഞ്ഞപ്പം വർഷയും ശ്രീകാന്തും രേവതി സച്ചി എല്ലാം കൂടെ വരുവാണ്. ചന്ദ്രമതി വലിയ ആളും കളിച്ച് അവിടുത്തെ ഒരു കസാലിലേക്ക് കയറി ഇരുന്നിട്ട് രേവതിയോട് പറഞ്ഞു, രേവതി നീ എനിക്ക് ചായ കൊടുത്തിട്ടുണ്ടാൻ പറഞ്ഞു. ചായയോ? അതെ, ഞാൻ അവിടെ ചെന്നപ്പോ അടുക്കള ചെന്ന ഫ്രിഡ്ജിനകത്ത് പാലിരിക്കുന്നുണ്ടോ, ചായ എടുക്കാൻ പറഞ്ഞു. അത് കേട്ട് കഴിഞ്ഞപ്പോ രേവതി പറഞ്ഞു, പറ്റില്ല അമ്മയെന്ന് പറഞ്ഞു. പറ്റില്ലെന്നോ? ശ്രീകാന്ത് പറഞ്ഞു, എന്താ അമ്മ ഇത്? എടുത്ത് ഇങ്ങോട്ടേക്ക് വന്നല്ലേ ഉള്ളൂ, വന്ന ഉടനെ വീട്ടിലെപ്പോൾ തന്നെ ഇവിടെ ഇട്ട് പണിയിക്കാനാണെന്ന് ചോദിച്ചു. അവൾക്ക് പിന്നെ എന്നെ അറിയാവുന്നേ, ആകപ്പാടെ അടുക്കളപ്പണി ചെയ്യാനല്ലേ, അവളങ്ങ് ചെയ്യട്ടെ, ചായയൊക്കെ വെക്കട്ടെ എന്ന് പറഞ്ഞു. സച്ചു പറഞ്ഞു, കൊള്ളാം, എവിടെ പോയാലും അമ്മയുടെ സ്വഭാവം മാറാൻ പോകുന്നില്ല. അതെങ്ങനെയാ, പട്ടിയുടെ പാല് 12 കൊല്ലം കൊല്ലിട്ടാലും നിവരത്തില്ലോ എന്ന് പറഞ്ഞു. ചന്ദ്രമതി പറഞ്ഞു, അതേടാ, നിന്റെ ഭാര്യ എന്ന് വെച്ചാൽ വലിയ കോടീശ്വരിയല്ലേ, അവൾക്ക് ഈ പണിയൊക്കെ ചെയ്യാവുന്നുള്ളൂ, കഞ്ഞിയും കറിയൊക്കെ വെച്ച് ചായയൊക്കെ വെക്കുക അവളുടെ ജോലി എന്ന് പറഞ്ഞു. രേവതി സച്ചിയോട് പറഞ്ഞു, സച്ചേട്ടനൊന്നും മിണ്ടണ്ടെന്ന് പറഞ്ഞു. പിന്നീട് രേവതി പറഞ്ഞു, അമ്മേ ഞാൻ ചായ വെക്കില്ല എന്ന് പറഞ്ഞു. അതുകൊണ്ടല്ല, ആ ഫ്രിഡ്ജിനകത്തിരിക്കുന്ന പാല് ചിലപ്പോൾ പഴയ പാലായിരിക്കും, എങ്ങനെ എന്താന്ന് നമുക്കറിയത്തില്ലോ എന്ന് പറഞ്ഞു. അല്ല, നമ്മൾ വാങ്ങിച്ചോണ്ട് വന്ന പാലായിരുന്നെങ്കിൽ നമുക്ക് ചായ വെക്കായിരുന്നു, അതൊന്നും അല്ലല്ലോ, അതുകൊണ്ടാണ് ഞാൻ വെക്കണ്ടെന്ന് പറഞ്ഞെന്ന് പറഞ്ഞു. അപ്പോഴേക്കും വർഷയ്ക്കൊരു ഐഡിയ തോന്നി. വർഷ പെട്ടെന്ന് ചന്ദ്രമതി എടുത്ത് എന്നിട്ട് പറഞ്ഞു, അമ്മേ ഈ പഴയ പാലൊക്കെ ഫ്രിഡ്ജിൽ നിർത്ത് ഉപയോഗിച്ചോണ്ടല്ലോ ഹോസ്പിറ്റലിൽ കയറും, പിന്നെ അമ്മ അവിടെ ഒരാഴ്ച കിടക്കേണ്ടി വരും. ഇവിടെ 2 ദിവസം നിൽക്കാൻ വന്നിട്ട് അമ്മ ഹോസ്പിറ്റലിൽ പോയി കിടക്കുന്ന കാര്യം ഓർത്ത് നോക്കിയേ, ഞങ്ങൾ എല്ലാവരും ഇവിടെ നിൽക്കുമ്പോ. അത് കേട്ടപ്പോ ചന്ദ്രമതി പറഞ്ഞു, വേണ്ട, എനിക്ക് ചായ വേണ്ട, ആ പാല് വെച്ച് എനിക്ക് ചായ വേണ്ടെന്ന് പറഞ്ഞു. ചന്ദ്രമതി ആകെപ്പാടെ ഭയന്നു പോയ. പിന്നീട് വർഷ രേവതിയെ നോക്കിയൊന്ന് ചിരിക്കുകയാണ്. അത് കണ്ടു കഴിഞ്ഞപ്പോഴത്തേനും ചന്ദ്രമതിക്കോട്ട് ചോദിച്ചില്ല. ഇപ്പോഴുമാർ 2 പേരും അങ്ങനെ അടുപ്പായ ശരിയാകത്തില്ല, 2 കൂടെ പിരിക്കണം, ശരിയാവുന്ന ഒരു കാര്യമല്ലെന്ന് മനസ്സിലായി. കാരണം ഇവർ 2 പേരും കൂടെ ചേർന്നിട്ടുണ്ടെങ്കിൽ തനിക്കിട്ട് പണി തരുമെന്നുള്ള കാര്യം ചന്ദ്രമതിക്ക് നന്നായിട്ട് അറിയായിരുന്നു. ഈ സമയത്ത് ശ്രുതി പറഞ്ഞു, അമ്മയ്ക്ക് കോഫിയല്ലേ വേണ്ട, ഒരു കാര്യം ചെയ്യാം, ഞാൻ ഓർഡർ ചെയ്യാന്ന് പറഞ്ഞു. ഓർഡർ ചെയ്യാനോ? അതെ, ഓർഡർ ചെയ്യാന്ന് പറഞ്ഞു. ഒരു പാല് വാങ്ങിച്ചാ പോരെ, പാല് വാങ്ങിച്ച് നമുക്ക് ശ്രുതിയെ കൊണ്ട് ചായ ഇടിക്കാം, ശ്രുതി അമ്മയ്ക്ക് നല്ല ചായ വെച്ചു തരുമെന്ന് പറഞ്ഞു. ഇത് കേട്ട് കഴിഞ്ഞപ്പോ സച്ചു പറഞ്ഞു, അതെ, ശ്രുതിക്ക് നന്നായിട്ട് ചായ വെക്കാൻ അറിയാം, നന്നായിട്ട് ഉണ്ടാക്കി തരുമെന്ന് പറഞ്ഞു. അപ്പോഴേക്കും ചന്ദ്രമതി പറഞ്ഞു, അതെന്താടാ നീ അങ്ങനെ പറഞ്ഞേ? നീ അവളെ കളിയാക്കൊന്നും വേണ്ട, പക്ഷേ ഇപ്പൊ ശ്രുതി എന്താളും ചായ വെക്കണ്ടെന്ന് പറഞ്ഞു. അതെന്താ അമ്മ അങ്ങനെ പറഞ്ഞെന്ന് ശ്രുതി വെച്ചു. പിന്നെ എടാ, നിന്റെ ഭാര്യ ചായ വെക്കാനുള്ളവളാണോ? അവള് വലിയ കോടീശന്റെ മോള്. പക്ഷെങ്കിൽ വേറുള്ളവരോ, ഇവിടെ വേറെ ചിലരൊക്കെ നിൽക്കുന്നുണ്ട്, എന്നെ കൊണ്ട് കൂടുതലൊന്നും പറയിപ്പിക്കണ്ട. പിന്നെ അവളുടെ ജോലി എന്താണെന്ന് അറിയാലോ, അവള് നല്ല ഒന്നാമത്തെ ബ്യൂട്ടീഷ്യനാ. നമ്മൾ എവിടെയെങ്കിലും ആഹാരം കഴിക്കാൻ അല്ലെങ്കിൽ വിവാഹത്തിനൊക്കെ ക്ഷണിച്ചിട്ടുണ്ടെങ്കിൽ അവിടെ ചെന്ന് കഴിയുമ്പോൾ ആഹാരം ഉണ്ടാക്കിയെ കുറിച്ച് ആരെങ്കിലും പ്രശംസിച്ച് പറയോ? ഒരിക്കലും ഇല്ല. പക്ഷേങ്കില് പെണ്ണിനെ കണ്ടു കഴിയുമ്പോഴത്തേനും പറയും,
മേക്കപ്പ് ഇട്ടേക്ക് നല്ല ഭംഗിയുണ്ട്, ഇതാരാ ഒരുക്കിയെന്നൊക്കെ ചോദിക്കും. അതാണ്. ഇത് കേട്ടുകഴിഞ്ഞപ്പം രേവതിക്ക് മനസ്സിലായി തനിക്കിട്ടുള്ള പണി തന്നാന്നുള്ള കാര്യം. അപ്പോഴേക്ക് സുധി പറഞ്ഞു, അമ്മ എന്താണെങ്കിലും പെട്ടെന്ന് വേണം, കാരണം ഇത്ര കഴിയുമ്പത്തെ ന്യൂമറോളജിസ്റ്റ് വരുമെന്ന് പറഞ്ഞു. ന്യൂമറോളജിസ്റ്റോ എന്ന് ചോദിച്ചു. സച്ചി ചോദിച്ചു, അതാ ആരടാന്ന് ചോദിച്ചു. ചന്ദ്രമതി പറഞ്ഞു, എന്റെ സുധി ഇതൊക്കെ ഇവനോട് പറഞ്ഞിട്ട് വല്ല കാര്യമുണ്ടോ? അതെങ്ങനെയാ? ടാക്സി ഡ്രൈവർ അല്ലേ, ടാക്സി ഡ്രൈവർക്ക് ഇത് വല്ല അറിയാവുന്ന ചോദിച്ചു. കാർ ഓടിക്കണം, അതിനെക്കുറിച്ച് മാത്രം ഇവനറിയത്തുള്ളൂ, വണ്ടിയുടെ വീലിനെ കുറിച്ചും വണ്ടിയെക്കുറിച്ചും ഒക്കെ. അത് കേട്ടപ്പോ രേവതി പറഞ്ഞു, അതെ, ഡ്രൈവർ പണി അത്ര മോശം പണിയാന്ന് എനിക്ക് തോന്നില്ല. എന്റെ സച്ചേടൻ നന്നായിട്ട് അധ്വാനിച്ച് തന്നെയാ ജീവിക്കണേ, ഞങ്ങൾക്ക് അത് മതി എന്ന് പറഞ്ഞു. അല്ലാതെ ഞങ്ങൾക്ക് വലിയ ബംഗ്ലാവ് വേണമെന്നോ അങ്ങനെയൊന്നും ഞങ്ങൾക്ക് ഒരു നിർബന്ധവും ഇല്ലെന്ന് പറഞ്ഞു. സച്ചേടന് അത്യാവശ്യ കാര്യങ്ങളൊക്കെ അറിയാം, അല്ലാതെ വലിയ വലിയ കാര്യങ്ങൾ അറിയത്തില്ലെന്ന് മാത്രമേ ഉള്ളൂ, ജീവിക്കാനായിട്ട് അതൊക്കെ മതി എന്ന് പറഞ്ഞു. അതുകൊണ്ട് ചന്ദ്രമതി പറഞ്ഞു, പിന്നെ എല്ലാ കാര്യങ്ങൾക്കും അവനറിയാൻ പോലും എന്നൊക്കെ പറഞ്ഞ് ഒരു പുച്ഛഭാവത്തില് ചിരിക്കുവാണ്. വർഷയ്ക്ക് ശ്രീകാന്തിനൊക്കെ ദേഷ്യം വരുന്നുണ്ടായിരുന്നു. പിന്നെ ഈ പുതിയ വീട്ടിലേക്ക് വന്നിട്ട് വെറുതെ ഒരു പ്രശ്നം ഉണ്ടാക്കണ്ടല്ലോ എന്ന് കരുതിയിട്ടാണ് അവരൊന്നും പറയാതിരുന്നത്. അപ്പൊ അതിന്റെ വിശേഷങ്ങളൊക്കെ നമ്മൾ കാണാനായിട്ട് പോകുന്നത്. എന്തായാലും ഒരു കാര്യം ഉറപ്പാ, ഈ ചന്ദ്രമതി പറയുന്ന ഓരോ വാക്കിനും ചന്ദ്രമതിക്കിട്ട് ഒടുവില് നല്ല ഇടിവെട്ട് പണി തന്നെ കിട്ടുന്നുണ്ട്. ചന്ദ്രമതി പൊട്ടിക്കരയിൽ നിന്ന്, കാരണം ചതിയാണ് പറ്റിയിരിക്കുന്ന അവസാന സമയത്തും അറിയുള്ളൂ, അഹങ്കാരം മൊത്തം തീർന്നു കഴിയുമ്പോൾ. അപ്പൊ അതിന്റെ വിശേഷങ്ങൾക്കായി നമുക്ക് എല്ലാവർക്കും കാത്തിരിക്കാട്ടോ. അപ്പൊ ഇതിന്റെ ബാക്കി വിശേഷങ്ങളുമായിട്ട് നാളെ ഉച്ചയ്ക്ക് വരാവേ. എല്ലാ ദിവസവും ഉച്ചയ്ക്കാണ് രേവതി സച്ചിയുടെയും പിറ്റേ ദിവസത്തെ വിശേഷങ്ങളൊക്കെ ഇടുന്നത്. അതുപോലെ ഇപ്പം തന്നെ അരവിന്ദന്റെയും മക്കളുടെ വിശേഷങ്ങളും ഡെയിലി സ്റ്റോറി എന്ന ചാനലിനകത്ത് സുധീഷിന്റെ നിധിയുടെയും വിശേഷങ്ങളൊക്കെ അപ്ലോഡ് ചെയ്യുന്നുണ്ട്. എല്ലാ ദിവസവും ഉച്ചയ്ക്കാണ് അപ്ലോഡ് ചെയ്യുന്നത്. അപ്പൊ അത് മറക്കാതെ എല്ലാവരും കയറി കാണാൻ ശ്രമിക്കണേ. ഒരിക്കൽ കൂടി എല്ലാവർക്കും ശുഭദിനം നേർന്നുകൊണ്ട് നിർത്തുന്നു.